أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم. أما بعد. ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വബാഹുൽ ഖൈർ, അഫ്കാറു സ്വബാഹ്, ശുഭദിനം, പ്രഭാത ചിന്തകൾ എന്ന ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഭാതത്തെ ഒരു അനുഗ്രഹീതമായ പ്രഭാതമാക്കുകയും എല്ലാവിധ അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ നമ്മുടെ മേൽ അള്ളാഹു തുറന്നു തരുകയും അള്ളാഹുവിൽ നിന്നുള്ള സർവരക്ഷകളും സലാമത്തുകളും നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അപകടങ്ങൾ, ദുരന്തങ്ങൾ, മുസീബത്തുകളിൽ, ആപത്തുകളിൽ നിന്നെല്ലാം പടച്ച തമ്പുരാൻ നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട സർവ്വ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉത്ബോധിപ്പിക്കുന്നു, ഉണർത്തുന്നു. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലേക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികൾ, അനുവാദങ്ങൾ, മൗനസമ്മതങ്ങൾ, ഇതിനെയാണ് സുന്നത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിജീവിതം എന്ത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സന്തത സഹചാരിയായി നടന്നിരുന്ന 10 വർഷത്തോളം പ്രവാചകൻ്റെ ഖാദിമായിരുന്ന, പ്രവാചകന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന, അവിടുന്ന് ഒളുവെടുക്കാൻ വെള്ളങ്ങൾ എത്തിക്കുവാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനുമൊക്കെ പ്രവാചകൻ്റെ താങ്ങും തണലും ആയി നടന്നിരുന്ന ബഹുമാന്യനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഇവിടെ ഞാൻ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം 10 വർഷം അവിടുത്തെ നിഴലായി കൂടി. ആ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും ആ പ്രവാചകൻ, അനസേ നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊരിക്കലും അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടില്ല. കാരണം പ്രവാചകൻ്റെ ജീവിതത്തിലെ ആ ഒരു സൂക്ഷ്മതയും അവിടുത്തെ ജീവിതത്തിൻ്റെ ആ കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ തന്നോടൊപ്പം സഹകരിക്കുന്നവരോടുള്ള സമീപനങ്ങളുമാണ് അനസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിലൂടെ കൂടെ നമുക്ക് അറിയിച്ചു തരുന്നത്. ഈ സ്വഹാബിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഹദീസുകളിൽ വളരെ പ്രബലമായ ഒരു ഹദീസ് നമുക്കിങ്ങനെ കാണാൻ കഴിയും. ആ ഹദീസ് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ബുനയ്യ ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസി ലൈസ ഫീ ഖൽബിക ഖൈശുൻ ലി അഹദിൻ ഫഫ്അൽ. ثم قال لي يا بني وذلك من سنتي ومن أحيا سنتي فقد أحبني ومن أحبني كان معي في الجنة. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, قال لي رسول الله صلى الله عليه وسلم, അല്ലാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, അല്ലയോ എൻ്റെ മകനെ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസി ലൈസ ഫീ ഖൽബിക ഇശ്ശുൻ,
എൻ്റെ മോനെ, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിനക്ക് കഴിയുമെങ്കിൽ ലൈസ ഫീ ഖൽബിക ഗിശുൻ, നീ ആരോടും ഒരു വിദ്വേഷമോ ഒരു പകയോ ഒരു പ്രതികാര മനോഭാവമോ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ലിയഹദിൻ ഫഫൽ, ആരോടും തന്നെ നിനക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ ആരോടും ഒരു വൈരാഗ്യവും വിദ്വേഷവും വെക്കാതെ നീ പ്രവർത്തിക്കണം കേട്ടോ. സുമ്മ ഖാലലി, അനന്തരം പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, യാ ബുനയ്യ, അല്ലയോ എൻ്റെ മകനെ, വദാലിക മിൻ സുന്നത്തി, ഇതാണ് എൻ്റെ സുന്നത്ത്, എൻ്റെ ചര്യ. പ്രവാചകൻ്റെ ചര്യയായിരുന്നു അത്. പ്രഭാതമായാൽ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പ്രദോഷം വരെയും പ്രവാചകൻ ആരോടും മനസ്സിലൊരു വൈരാഗ്യമോ വിദ്വേഷമോ വെച്ചിരുന്നില്ല. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ പ്രഭാതം വരെ പ്രവാചകൻ്റെ മനസ്സങ്ങനെയായിരുന്നു. ആരോടും വിദ്വേഷമോ വൈരാഗ്യമോ പകയോ ഒന്നുമില്ലാത്ത ഒരു രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്, മോനെ, ഒരിക്കലും നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിന്റെ മനസ്സിൽ ആരോടും ഒരു വിദ്വേഷമോ വൈരാഗ്യമോ പകയോ ഒന്നുമില്ലാതെ നീ കഴിഞ്ഞു കൂട്ടണം. അത് എൻ്റെ ചര്യയാണ്, എൻ്റെ മാതൃകയാണ്. വമൻ അഹ്യാ സുന്നത്തി, ആരെങ്കിലും എൻ്റെ ചര്യയെ സജീവമാക്കിയാൽ, അതിനെ പുനർജീവിപ്പിച്ചാൽ, ഫഖദ് അഹബ്ബനി, തീർച്ചയായും അവൻ എന്നെ സ്നേഹിച്ചവനാണ്. അപ്പോൾ പ്രവാചകൻ്റെ ഈ ചര്യ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ആരോടും ഒരു വൈരാഗ്യമോ വിദ്വേഷമില്ലാതെ കഴിച്ചുകൂട്ടിയാൽ, അത് നമ്മളുടെ പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റിയ കൂലിയും മാത്രമല്ല പ്രവാചകനെ സ്നേഹിച്ചതുപോലെയാണ് എന്നാണ്. വമൻ അഹബ്ബനി, ഏതൊരുവൻ എന്നെ സ്നേഹിക്കുന്നുവോ, കാന മഈ ഫിൽ ജന്ന, അവൻ എന്നോടൊപ്പം നാളെ സ്വർഗത്തിലാണ്. കണ്ടോ, ഇവിടെ ഈ ഹദീസ് നമ്മെ ഉണർത്തുന്നത്, സഹോദരങ്ങളെ, ബഹുമാനികളെ, പ്രവാചകൻ്റെ ജീവിതമാണ്. അവിടുത്തെ ജീവിതത്തിൻ്റെ സന്ദേശമാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പ്രവാചകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുന്നത്ത് എന്ന് പറഞ്ഞാൽ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഹൃദയത്തിൽ ആരോടും വെറുപ്പോ വിദ്വേഷമോ പകയോ ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് പിറ്റേന്ന് പ്രഭാതമാകുന്നത് വരെ നമ്മൾ ആരോടും മനസ്സിൽ വിദ്വേഷമോ പകയോ വൈരാഗ്യമോ ഒന്നും വെക്കാതിരിക്കുക എന്നുള്ളത് പ്രവാചകൻ്റെ സുന്നത്തിൽ, അഥവാ സുന്നത്ത് എന്ന് പറയുമ്പോൾ ജീവിതചര്യ, ആ ജീവിതചര്യയിൽ ഏറ്റവും വലിയ ജീവിതചര്യയായിരുന്നു അത്. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഹൃദയത്തിന് മനസ്സിൻ്റെ ഉടമകളായി തീർന്നാൽ നമ്മൾ അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിച്ചവരായി. ആ അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിച്ചാൽ പ്രവാചകനോടൊപ്പം നാളെ സ്വർഗത്തിൽ ചെന്നണയാം എന്നാണ്. അപ്പോൾ മനസ്സമാധാനവും മനഃശുദ്ധിയും ഒക്കെ നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത് നമ്മളുടെ മനസ്സിനെ എല്ലാവിധ പകകളിൽ നിന്നും എല്ലാവിധ വിദ്വേഷങ്ങളിൽ നിന്നും കുശുമ്പ് കുഴുത്തുരുമ്പ് സർവ്വവിധ തിന്മകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും സൽസ്വഭാവികളായി തീരുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ നാളെ നമുക്ക് പാരത്രിക ജീവിതത്തിൽ അള്ളാഹിൻ്റെ റസൂലിനോടൊപ്പം സ്വർഗത്തിൽ ചെന്നണയാം എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനോടൊപ്പം നാളെ പാരത്രിക ജീവിതത്തിൽ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ചെന്നണയാൻ അള്ളാഹു നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതമാക്കി അള്ളാഹു ഈ പ്രഭാതത്തെ ആക്കി തീർക്കുമാറാകട്ടെ. എല്ലാവിധ നന്മകളുടെയും എല്ലാവിധ സലാമത്തിൻ്റെയും വാതായനങ്ങൾ തുറന്നു തരുന്ന പ്രഭാതമാകുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങൾ, അത്യാപത്തുകൾ, അപകടങ്ങൾ, മുസീബത്തുകളിൽ നിന്നെല്ലാം പടച്ച തമ്പുരാൻ ഈ പ്രഭാതത്തിൽ നമ്മെ ഇത്തരം ദുരന്തങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു പ്രഭാതത്തിനായി, നല്ലൊരു പകലിനായി അള്ളാഹുവിനോട് വീണ്ടും ദുആ ചെയ്തുകൊണ്ട് നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഊസിക്കും ബിദുആ.